ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളിന്നൊരു ഫിഷ് മോളിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു ആവോലി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളൊരു ഫിഷ് മോളി വെക്കാൻ വേണ്ടി ആവോലി കഴുകി അത് കുരുമുളകും എല്ലാം ഇട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളകും മസാലയൊക്കെ ചേർത്ത് അത് പൊരിക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കറിവേപ്പില അതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ അതെല്ലാം ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ആദ്യമേ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് പിന്നെ സവാള ഇട്ടൊന്ന് വഴറ്റി വന്നപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു. അങ്ങനെ തക്കാളി അതിൻ്റെയൊക്കെ ഒരു പച്ചമണം അങ്ങോട്ട് മാറി വന്നതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും നമ്മളിടും. പിന്നെ നമുക്ക് ഏറ്റവും ആവശ്യം ഇതിന് കുരുമുളക് പൊടിയാണ്. പിന്നെ കുരുമുളക് പൊടിയും ഇട്ട് നമ്മൾ അതിൻ്റെയൊക്കെ ഒരു മണങ്ങളെല്ലാം പച്ചമണമൊക്കെ അങ്ങ് മാറി അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ തേങ്ങയുടെ ഒന്നാം പാൽ എടുത്ത് വെച്ചിരുന്നു. അത് നമ്മൾ ഒഴിച്ച് കൊടുത്തു. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം അതൊന്ന് വറ്റി വന്നപ്പം നമ്മൾ ഈ പൊരിച്ച ആവോലി കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് പൊരിച്ച ആവോലി അതിനകത്തോട്ട് കോരിയിട്ട് കൊടുത്തു. എന്നിട്ട് ആ ആവോലി ഇട്ടതിന് ശേഷം മീൻ ഇട്ടതിന് ശേഷം അതൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ട് ആ മസാല അതിനകത്തൊന്ന് പിടിച്ച് കഴിയുമ്പോൾ ഒന്നാം പാൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും തേങ്ങയുടെ. അങ്ങനെ ഒന്നാം പാലും കൂടെ ഒഴിച്ച് ഒന്ന് കറി ഒന്ന് കുറുകി വറ്റി അങ്ങോട്ട് എടുത്തതിന് ശേഷം നമുക്ക് അപ്പവും ചുട്ട് നമ്മൾ പാലപ്പം അന്ന് ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മൾ ആ പാലപ്പമൊക്കെ ചുട്ട് ഫിഷ് മോളി ആവോലി കൊണ്ടുണ്ടാക്കിയ ഫിഷ് മോളിയും കൂടെ കൂട്ടി നമ്മൾ ഇന്നത്തെ രാവിലത്തെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കിന്ന് അപ്പവും ഫിഷ് മോളിയും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.